സുഖമാണോ? ഗിരിയേട്ടൻ എന്താ വേണ്ടത്? ഞാൻ നമ്മുടെ മോളൊന്ന് കാണാൻ വന്നതാ. ഒരു നോക്കൊന്ന് കണ്ടാ മതി. പറ്റില്ല. അങ്ങനെ കുഞ്ഞിന്റെ മുന്നിൽ നല്ലവനായി അഭിനയിച്ച് വലിയ ആളാവണ്ട. മഹിമേ, ഇത് ഞാൻ നമ്മുടെ മോൾക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് മോൾക്കൊന്ന് കൊടുക്കാമോ? ഒരു സമ്മാനം. പ്രതീക്ഷയ്ക്ക് നിങ്ങളുടെ സമ്മാനമൊന്നും വേണ്ട. അവളെ നന്നായി നോക്കാനും അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാനും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മഹിമേ, മഞ്ജുവിനോട് ചെയ്തതിന് നീ ഗിരിയെ വെറുക്കുന്നതിലൊരു ന്യായമുണ്ട് എന്ന് കരുതി ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരച്ഛന് സ്വന്തം മകളെ കാണാനും സമ്മാനം കൊടുക്കാനുമുള്ള അവകാശമില്ലേ? വേണ്ടമ്മേ, ഇവളെ കുറ്റം പറയണ്ട. ഞാൻ ഇങ്ങോട്ടൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇടിച്ചു കയറി വരാൻ പാടില്ലായിരുന്നു. ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മാപ്പർഹിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അതിന് ഞാൻ ഇത്രയൊന്നും കേട്ടാ പോരാ. നിന്നോടൊന്നും ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലാന്നറിയാം. കഴിയുമെങ്കിൽ ദൂരെ നിന്നെങ്കിലും മോളെ ഒരു നോക്ക് കാണാനുള്ള അവസരം എനിക്ക് തരണം. നിനക്ക് കോടി പുണ്യം കിട്ടും. പ്ലീസ്. എല്ലാവരും വഴക്കൂടുന്നേ? ആരാ വന്നത്? ആരും വന്നില്ലല്ലോ. പിന്നെ ഞാൻ ആരുടെ ശബ്ദം കേട്ടല്ലോ. അതെ, അത് മുത്തശ്ശിയുടെ ശബ്ദമാവും. അല്ല, അത് ബോയുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്. മുത്തശ്ശി ഗേൾ അല്ലേ? അതെ, പക്ഷേ ദേഷ്യം വരുമ്പോ മുത്തശ്ശിക്ക് ബോയുടെ ശബ്ദമാവും. അയ്യേ. മോളുവാ, നമുക്ക് മുഖമൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാം കേട്ടോ. വാ. പേര് പ്രതീക്ഷ എന്നാ. ഞാനിട്ട പേര്. മഞ്ജുവിന് ആ പേര് തന്നെ ഇടാൻ തോന്നിയല്ലോ. ഭാഗ്യം. മുകുന്ദൻ പറഞ്ഞത് അവൾക്ക് എന്റെ ഛായയാണെന്ന്. അവളെ ഒന്ന് നേരിട്ട് കാണാന്ന് കരുതി മുകുന്ദന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. മഹിമയുടെ വായിൽ നിന്ന് ഞാൻ കേട്ട ചീത്തയ്ക്ക് ഒരു കൈയും കണക്കുമില്ല. അവൾ അങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. മഞ്ജു എന്നെ തല്ലിയിരുന്നെങ്കിലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ മോളെ ഒരു നോക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതി. അത് നടക്കാത്തതിന്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഗിരിയേട്ടൻ എന്തിനാ മഞ്ജുവിനോടും മഹിമയോടും സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കെഞ്ചുന്നത്? മഞ്ജുവിനെതിരെ സ്വന്തം കുഞ്ഞിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കണം. മഞ്ജു 5 വർഷമായി കുഞ്ഞിനെ ഗിരിയേട്ടനെ ഒന്ന് കാണിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതിനുള്ള അധികാരം മഞ്ജുവിന് ഇല്ല. അമ്മയാണെന്ന് കരുതി എന്തോ ആവാന്ന് കരുതിയെങ്കിൽ മഞ്ജുവിന് തെറ്റി. നമ്മുടെ അധികാരങ്ങൾ നമുക്ക് തരുന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങണം. ഞാൻ എന്റെ മോളെ അവളുടെ അമ്മയുടെ അടുത്തുനിന്ന് പിടിച്ചു മാറ്റണമെന്നാണോ നീ പറയുന്നത്? അല്ല, മഞ്ജു കുഞ്ഞിനെ വിട്ടു തന്നില്ലെങ്കിൽ. മഞ്ജു പൂർണ്ണ മനസ്സോടെ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് അവളെ കണ്ടാ മതി. ഇതിനോടകം തന്നെ ഞാൻ മഞ്ജുവിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രതീക്ഷയുടെ കാര്യത്തിലും അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗിരിയേട്ടന്റെ വിഷമം കണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. മഞ്ജു ഗിരിയേട്ടനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയല്ല.
ഞാൻ അർഹിക്കുന്ന ശിക്ഷ ഇതൊന്നുമല്ല. ഇപ്പോഴാണെങ്കിലും ഞാൻ എന്റെ തെറ്റുകൾ തിരുത്തുകയല്ല ചെയ്യുന്നത്. പ്രീതി ഈ വീട്ടിൽ എന്റെ കൂടെ ജീവിക്കുന്നത് തുടരുമ്പോ മഞ്ജുവിന് വിഷമം കൂടുകയുള്ളൂ. പക്ഷേ ഞാൻ ആ കാര്യത്തിൽ നിസ്സഹായന. ഗിരിയേട്ടൻ ഈ കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? മദ്യലഹരിയിൽ ഗിരിയേട്ടൻ എന്നെ കീഴ്പ്പെടുത്തിയപ്പോ പ്രതികരിക്കാൻ ശക്തിയില്ലാതെ പോയതാണോ? അതോ ഗിരിയേട്ടൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അതിനെതിരെ കേസിനോ കൊല്ലാപ്പിനോ ഒന്നും പോവാതിരുന്നതോ? കഴിഞ്ഞ 5 വർഷമായി ഈ വീടിനെ അമ്മയും പൊന്നുപോലെ നോക്കിയതോ? അതോ ഗിരിയേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതോ? എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള സമയം പോലും ഗിരിയേട്ടനില്ല. എല്ലാം മഞ്ജു വന്നേന്റെയാ.